കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുന്നിൽ വചനമായി നിൽക്കുവാൻ കർത്താവിനെ ഇനിയും ബലപ്പെടുത്തി കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളാരും പേടിക്കേണ്ട, ഒത്തിരി സമയമൊന്നും ഞാൻ എടുക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അദ്ദേഹത്തിന് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വായിച്ച സങ്കീർത്തനം എന്ന് പറയുന്നത് 33-ാമത്തെ സങ്കീർത്തനമാണ്. അതിൻ്റെ പശ്ചാത്തലം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യം, 33-ാം സങ്കീർത്തനം, അതിൻ്റെ 12-ാമത്തെ വാക്യം. അതെ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് എന്നാണ് നമ്മൾ അവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാനിവിടെ ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത ജനം. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആണ് എന്നാണ് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നതും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും കാര്യമായ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം ഗിദെയോനോട് സംസാരിച്ച ചില കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ദൈവം അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അതായത് ഗിദെയോനോട് പറഞ്ഞു നമ്മുടെ മോവാബിയരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്ത സമയത്ത് അവിടെ കടന്നു വന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് ഇടയായിത്തീരുന്നത് 32,000 പേർ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് വന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അപ്പം ദൈവം ഗിദെയോനോട് സംസാരിക്കുന്നത് ഇത് ജനം അധികമാണ് എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, വിളിക്കപ്പെട്ടവരോ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് എന്നാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട്. അപ്പോൾ അവിടെ കടന്നു വന്നിരിക്കുന്നത് 32,000 പേരാണ്. അപ്പോൾ ഇതിനോട് ദൈവം സംസാരിച്ചു, അത് ആൾ കൂടുതലാണ്. അപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നുണ്ട്, ഭീരുക്കളൊക്കെയും മല വിട്ടു പോകുവാനായിട്ട് പറയുന്നൊരു ഭാഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളും ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ അതുകൊണ്ട് ഇന്ന് എന്തുകൊണ്ട് സൺഡേ ആരാധനയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയും? മോബി പാസ്റ്റർ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വരുന്നു. ഉപവാസ പ്രാർത്ഥന കാര്യം ഞാനൊന്നും മിണ്ടുന്നില്ല, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായുണ്ട്, വിട്ടേര്. ഓക്കെ, എനിവേ, അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യം, അപ്പോൾ അതിനകത്ത് ഭീരുക്കളും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസഗോളത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഭീരുക്കൾ അതിനകത്തുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു പറഞ്ഞ് ഇതിനകത്ത് നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അയലോക്കത്തുകാരെന്ന് പോയില്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നവരുമുണ്ട്. ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരുന്നവരുമുണ്ട്. നിങ്ങൾക്ക് സ്തോത്രം വരത്തില്ല എന്ന് എനിക്കറിയാം, പറയാം, മനസ്സുള്ളവർ പറഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് ദൈവം സത്യമായി നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ സത്യം ഇന്ന് ഇത് നമ്മുടെ 33-ാം സങ്കീർത്തനത്തിൽ പറയുന്ന 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആലയത്തിൽ കടന്നു വന്നത് ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങൾ അവിടെ അതിൻ്റെ 5-6 വാക്യങ്ങളെന്ന് വെച്ചാൽ ആദിപർവ്വ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അതെ, യെസ്, ആ അവിടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു രീതിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയാക്കുന്നത്. അത് അവരെ ഒരു പക്ഷേങ്കിൽ അവർ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാകും, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ദാഹം അവർക്കുണ്ടാവാം. അതിനെ വെള്ളത്തിലേക്ക് നടത്തിയിട്ട് ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്, അവിടെ വെള്ളം കുടിക്കാനായിട്ട് അവരോട് പറയുകയാണ്. കാരണം വെള്ളം കുടിക്കാൻ അവർ എങ്ങനെ കുടിക്കുന്നു എന്നാണ് അവിടെ ഗിദെയോനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരെ ആ കുടിക്കുന്ന രീതി വെച്ചിട്ട് അവരെ സെപ്പറേറ്റ്, അല്ലെങ്കിൽ അതിനകത്തൂടെ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം അവിടെ ദൈവം അവിടെ തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പട്ടി നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്നവരും മുട്ടുകുത്തി കുടിച്ചവരുമായ 2 പേരെ അവരെ വളരെ സെപ്പറേറ്റ് ആക്കുവാനാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്ത് വെള്ളം കയ്യിൽ കോരിയെടുത്ത് നക്കി കുടിച്ച 300 പേരെയാണ് ദൈവം അവിടെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, അപ്പം നമ്മൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചില പ്രവൃത്തികളും തിരഞ്ഞെടുപ്പിന് കാരണമായി തീരും.
പ്രൈസ് ദ ലോർഡ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു 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 പ്രയാസത്തെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന ചിന്ത വെച്ച് നമ്മൾ ഒരുപക്ഷെ വിളിക്കപ്പെട്ടവരോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ആയി തീരാൻ. കാരണം വിളിക്കപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും വിളിയുള്ളവരാണ്. പക്ഷേ അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തയോട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു പ്രവൃത്തിയോട് എത്രത്തോളം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തെ നേരിടുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായി തീരുവാനായിട്ട് ഇടയായിട്ട്. നമ്മളവിടെ ബാക്കി അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, വെറും അവിടെ ആണെങ്കിൽ മോവാത്തിൽ വളരെ വളരെ ജനമുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാരുണ്ട് അവിടെ, അവർക്ക് എതിരെ വരുന്നവർ. പക്ഷേ അവരുടെ മുന്നിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് ദൈവം 300 പേരെയാണ് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു പക്ഷേ ഈ 300 പേർ ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജയിച്ചേനെ എന്നൊന്നും അവരുടെ മനസ്സിൽ വന്നില്ല. കാരണം ഗിദെയോനോട് ദൈവം സംസാരിച്ചു. കാരണം അവരെ മോവാബിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു വചനം ഗിദെയോന് ഉണ്ടായിരുന്നു. കാരണം അവൻ ആ വചനത്തിൽ വിശ്വസിച്ചാണ്, ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടാണ് ആ യുദ്ധത്തിനായിട്ട് അവിടെ കടന്നു പോകാനായിട്ട് ഇടയായി തീരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ഈ പ്രവചനവും അല്ലെങ്കിൽ നമ്മുടെ ദൂതുകളൊക്കെയും നമ്മൾ കേൾക്കുന്നവരാണ്. ആ കേട്ടിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് ചിന്തിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു, ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയെന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കേൾക്കുന്നവരാണ്, കേട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള ആക്ഷൻ എന്താണ്, അതാണ് ചോദ്യം. കാരണം ഇങ്ങനെ ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്നെ ഞാനൊന്ന് അല്ലെങ്കിൽ നിന്നെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ നിൽക്കും? പ്രൈസ് ദ ലോർഡ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടത്തിലാണോ, അതോ ഈ 36,700 പേരുടെ കൂട്ടത്തിൽ പോകുമോ? അതാണ് ചോദ്യം. കാരണം ദൈവം തന്നൊരു വാഗ്ദത്തത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്ത, അതിനെ എത്രത്തോളം നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് എനിക്കിവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അതിനൊക്കെ ഞാൻ പിന്നെ വേറൊരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചത്, കാരണം ഗിദെയോനെ ഇവിടെ വിളിക്കുന്നത് ചക്ക ആട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഗിദെയോനെ അവിടെ നമ്മൾ അതായത് ദൈവം യുദ്ധത്തിനായിട്ട് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവന് യുദ്ധത്തിനായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഉള്ള ആളല്ല. അവൻ ശത്രു വന്ന് ഗോതമ്പ് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഉള്ളത് അവൻ ചക്കിലാട്ടി വെക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദാവീദിനെ കുറിച്ച് കാണുമ്പോൾ ദാവീദിനെ ആട്ടിടയനായ ദാവീദിനെയാണ് അഭിഷേകം ചെയ്ത് ഗോലിയാത്തിന് നേരെ നിർത്തുവാനായിട്ടുണ്ട്. കാരണം അവർക്ക് ആർക്കും ഒരു എക്സ്പീരിയൻസും ഇല്ല. കാരണം അവർക്ക് യുദ്ധത്തിന് പോയിട്ടില്ല, വാള് കണ്ടിട്ടില്ല, പരിചയം കണ്ടിട്ടില്ല, ഒന്നും കാണാത്ത ഒരു സ്ഥലത്തു നിന്ന്, അവർക്ക് അതിൽ ഒരു പരിചയമില്ല, ഒരു സ്ഥലത്ത് നിന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് അവരെ മാറ്റി നടുകയാണ്. കാരണം അവരപ്പോഴും ചെയ്ത കാര്യം യഹോവ പറഞ്ഞ കാര്യത്തിൽ, അല്ലെങ്കിൽ യഹോവ പറഞ്ഞ ആ ഒരു വാക്കിനെ അവർ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായി തീരുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് മോശയെക്കുറിച്ചാണ്. മോശയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ദൈവം പറയുന്നുണ്ട്, നീ എവിടെ പോകണം, ഇസ്രായേൽ മക്കളെ അവരെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മോശ ഒഴിവുകൾ പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കാണാം. കാരണം എനിക്ക് തടിച്ച് നാക്കുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ. കാരണം അതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രഹാമിന് പറയുന്നുണ്ട്, ഇതിനെ 400 വർഷം ഈ ജനത്തെ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള അടിമത്തത്തിൽ വിടുമെന്ന് നമ്മളവിടെ ഒരു വചനം അവിടെ വായിക്കുന്നു. പക്ഷേ 400 വർഷമാണ് അവിടെ പറയുന്നത്. പക്ഷേ അതിന് ശേഷം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏകദേശം 430 വർഷം ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതിനകത്തൊരു 30 വർഷത്തിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ 400 വർഷവും, പക്ഷേ അവിടുന്ന് പുറപ്പെട്ട് വരാൻ ഒരു 30 വർഷം കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം എൻ്റെ ഒരു ചിന്തയിൽ ഒരു പക്ഷെങ്കിൽ തിരഞ്ഞെടുത്ത കക്ഷി അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത മോശ റെഡി ആവാഞ്ഞത് കൊണ്ടാവാം ഒരു പക്ഷെങ്കിൽ ഒരു 30 വർഷം കൂടെ മുന്നോട്ട് പോയത്. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മളിൽ മേലും ദൈവം പല വാഗ്ദത്തങ്ങളും അല്ലെങ്കിൽ പല ആലോചനകളും നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ഒരു ദൈവദാസൻ നമ്മളോട് വന്ന് പറയുകയാണ്, നീ അല്ലെങ്കിൽ ഇന്ന കാര്യം, അല്ലെങ്കിൽ നീ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളവനാണ്, അല്ലെങ്കിൽ നീ മുഖാന്തരം അനേകർ വിടിവിക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ പല ഒഴിവുകളും പറഞ്ഞതിനെ മാറ്റി നിർത്താതെ ആ പറഞ്ഞ വാഗ്ദത്തം പിടിച്ചു വെച്ച് പ്രാർത്ഥിപ്പാൻ എത്ര പേർക്ക് തയ്യാറാവും?
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ പറയുന്ന കാരണം ഒരു പക്ഷെങ്കിൽ നമ്മൾ മുഖാന്തരം ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം രക്ഷിക്കപ്പെടണമെന്ന് ദൈവം കരുതി വെച്ചിരിക്കുന്ന വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അത് അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ നമ്മുടെ മേലായിരിക്കാം. കാരണം നീ ചെയ്യേണ്ട കാര്യം ചെയ്യാഞ്ഞത് കൊണ്ട് ആണ് ആ വ്യക്തി എന്താ പറയുക അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ വരാതെ പോയെന്നൊരു ചിന്ത നമ്മളുടെ മേൽ വരുവാനായിട്ട് ഇടയായതിന്. കാരണം ഞാൻ ചോദിച്ച എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. തെറ്റാണെങ്കിൽ എന്നെ തിരുവാൻ നിങ്ങൾ ശ്രമിക്കുക പ്ലീസ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ അധികം ഇതിൽ വചനത്തിൽ അധികം എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. കാരണം ഇത് ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചെറിയൊരു ചിന്ത മാത്രമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഇടയായി തരുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ജനമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് നമ്മൾ തന്ന വാഗ്ദത്തം അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ ആ ഒരു വാഗ്ദത്തത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. കാരണം നീ പറഞ്ഞ വാഗ്ദത്തത്തിൽ നീ വിശ്വസ്തനാണോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം നിന്റെ പ്രവർത്തി നിന്നെ കൊണ്ടുപോയി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുവാൻ ശക്തനാണ്. പക്ഷേ നീ അതിന് വേണ്ടി വില കൊടുക്കുന്നുണ്ടോ, നീ അതിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ കാലഘട്ടത്തിൽ അത് തന്നെ ഇന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ബൈബിൾ കോളേജിൽ പോകാനോ അല്ലെങ്കിൽ ബൈബിൾ വചനം പഠിക്കാനോ ആർക്കും താല്പര്യമില്ല. കാരണം നാട്ടിൽ പാസ്റ്റർമാരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ എൻ്റെ സ്വദേശം റാന്നിയാണ്. അപ്പോൾ റാന്നിയിലൊക്കെ പറഞ്ഞിരിക്കണേ ഒരു കല്ല് മുകളിലോട്ട് എടുത്തിട്ടാൽ വീഴുന്നത് ഒരു പാസ്റ്ററുടെ മണ്ടയ്ക്കായിരിക്കും എന്നാണ് പറച്ചിൽ. കാരണം അത്രത്തോളം അവിടെ പാസ്റ്റർമാരും കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതൽ വിശ്വാസികൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നുള്ളത് കുമ്പനാട് റാന്നി ഏരിയകളിലാണുള്ളത്. കാരണം അവിടുന്ന് പോലും ഒരു വിശ്വാസത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു വചനവുമായി നിൽക്കാൻ ചിലർക്ക് അല്ലെങ്കിൽ എന്താ പറയണ്ടേ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വചനം പറയാൻ ബുദ്ധിമുട്ടല്ല അവർക്ക് അതിന് തയ്യാറല്ല, മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഈ വചനത്താൽ നമ്മൾ ദൈവം ബലപ്പെടുത്തട്ടെ. ഞാൻ ഇവിടുന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ. ദൈവം നിന്നെ തിരഞ്ഞെടുപ്പിൽ നീ വിശ്വസ്തനായിട്ട് നിൽക്കുന്നുണ്ടോ, അതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം തന്ന വചനം അല്ലെങ്കിൽ ദൈവം തന്ന വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തുന്ന പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ താണിരുന്നു.